ഹായ്, എല്ലാവർക്കും വോയിസ് ഓഫ് ദേവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗരുഡൻ തൂക്കം കാണാനായിട്ടാട്ടോ. അപ്പം നിങ്ങളെയും കൂടി ആ തൂക്കം ഒന്ന് കാണിക്കാമല്ലോ എന്നോർത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗരുഡൻ തൂക്കം വഴിപാടായി നടത്തുന്ന വീടുകളിലെ ആചാരങ്ങളും ചടങ്ങുകളും ഗരുഡൻ പയറ്റും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യം അറിയിപ്പ് കിട്ടും ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ. അത് കഴിഞ്ഞ് കേളിക്ക് അവരവിടെ വിളക്ക് വയ്ക്കും. നമുക്ക് ചടങ്ങ് മുഴുവൻ ഇവിടെയാണ്. ഇവിടെ വഴിപാടുകാരെ വെച്ചാൽ നമ്മൾ ചടങ്ങ് കഴിക്കണേ. അതായത് നമ്മൾ ഇവിടെ അമ്പലത്തിലുള്ള കൊത്തുമാല, അത് മെയിനായിട്ട് അതാണ് നമുക്ക് മെയിൻ സാധനം, അതാണ് കൊത്തുമാല. അപ്പം അത് വഴിപാടുകാരെ കൊണ്ട് ഇവിടെ വെച്ച് ഇവിടുത്തെ ചടങ്ങായിട്ട് നമ്മൾ പോവാം. ഇനി നമ്മളൊരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വിളക്കോട്ടം പയറ്റ ഇറങ്ങും. നമ്മളെപ്പോഴും പയറ്റ ഇറങ്ങുന്ന സമയത്തിന് 2 മണിക്കൂർ മുമ്പ് നമ്മൾ മേക്കപ്പിന് ചെയ്യണം. 2 മണിക്കൂർ വേണം. ഇനി നമ്മൾ നേരെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ വിളക്കോട്ടം പയറ്റാൻ നടക്കും. ഞാൻ ഇതായിട്ട് അപ്പോൾ അവര് നിലയിട്ട് കഴിഞ്ഞാലേ നമുക്ക് കിരീടം വയ്ക്കാൻ പറ്റത്തുള്ളൂ. അവർ കൊട്ടി തുടങ്ങണം. ഒരു കൊട്ട് കേട്ടാലേ നമുക്ക് കിരീടം തുടങ്ങാൻ പറ്റും. മുഖത്ത് ചായ ഇടുന്നത് കാണാൻ നമുക്ക് സാധിച്ചില്ല കേട്ടോ. നമ്മൾ എത്തിയപ്പോഴേക്കും മുഖത്ത് ചായ ഇട്ട് കഴിഞ്ഞിരുന്നു. മുഖത്തിന് വേറെ എടുത്തില്ലല്ലോ, ചുണ്ടും കിരീടം വരുമ്പോ. മുഖത്തെഴുത്തുകൾ വളരെ ഭയാനകവും ശക്തിയേറിയതുമാണ്. കാഴ്ചയിൽ തന്നെ ഭയം തോന്നുന്ന ഒരു രൂപമാണ് ഗരുഡൻ്റേത്. ദാരികനെ വധിച്ചതിന് ശേഷം കാളിക്ക് രക്തദാഹം അടക്കാനായില്ല. ഈ സമയത്ത് മഹാവിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനെ കാളിയുടെ അടുത്തേക്ക് ദാഹം ശമിപ്പിക്കുവാൻ അയക്കുന്നു. നൃത്തം ചെയ്ത് ചോരയൊലിക്കുന്ന ഗരുഡനെ കാളിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഗരുഡനിൽ നിന്നും കുറച്ചു തുള്ളി രക്തം വാങ്ങിയതിന് ശേഷമാണ് കാളിയുടെ രക്തദാഹം ശമിച്ചത്. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗരുഡൻ തൂക്കം എന്ന ആചാരം നടത്തപ്പെടുന്നത്. ദേവീ സന്നിധിയിൽ പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടാണ് ഓരോ ഭക്തരും ഗരുഡൻ തൂക്കം വഴിപാടായി ദേവിക്ക് സമർപ്പിക്കുന്നത്. ഗരുഡൻ തൂക്കം വഴിപാടായി നടത്തുന്ന വ്യക്തി ചമയങ്ങൾക്കു ശേഷം ഗരുഡനെ ആനയിച്ചു കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത്. അരങ്ങിലെത്തിയ തൂക്കക്കാരൻ ഭൂമിദേവിയെ വണങ്ങിയ ശേഷം ഗുരുക്കന്മാരുടെയും മേളക്കാരുടെയും അനുഗ്രഹം വാങ്ങുന്നു. തൂക്കം വഴിപാടായി നടത്തുന്ന വീട്ടിലെ മുതിർന്നവരുടെയും അനുഗ്രഹം നേടി ഗരുഡൻ പയറ്റാരംഭിക്കുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ
രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രകടനത്തിന് ശേഷം ക്ഷേത്ര സന്നിധിയിലെത്തി ചൂണ്ടകുത്തി തൂക്കച്ചാടിൽ കയറ്റി ഭക്തർ ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നതോടെയാണ് തൂക്കം അവസാനിക്കുന്നത്. ഗരുഡന്റെ വേഷം കെട്ടി പയറ്റുന്ന വ്യക്തിയുടെ മെയ് വഴക്കവും ഏകാഗ്രതയും എത്രമാത്രം ഉണ്ടെന്ന് തെളിയിക്കുന്ന ചില പ്രകടനങ്ങളാണ് ഈ നൃത്തത്തിനിടയിൽ നമ്മൾ കാണുന്നത്. ഗരുഡൻ തൂക്കം അഭ്യസിക്കുമ്പോൾ ആർജിച്ചെടുത്ത ഏകാഗ്രതയും മെയ്വഴക്കവും ഗരുഡൻ ബൈറ്റിലെ ഓരോ നിമിഷവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്ര നേർത്ത വസ്തുക്കളും അതിസൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും കൊത്തിയെടുക്കാൻ ഗരുഡനെ സഹായിക്കുന്നത് കൂർത്ത് മനോഹരമായ ആ ചുണ്ടുകളാണ്.
ഗരുഡൻ്റെ നൃത്തപ്രകടനത്തിന് ശേഷം കാവിലേക്ക് പോകുന്നു. കാവിലെത്തി ഗരുഡനെ ചൂണ്ട കുത്തുന്നതും തൂക്കച്ചാടിൽ തൂക്കുന്നതും ക്ഷേത്രം വലം വെച്ച് ദേവിയെ വണങ്ങുന്നതും ചിത്രീകരിക്കാൻ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് സാധിച്ചില്ല. അതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.